ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈ പ്രാർത്ഥന പ്രതീക്ഷിച്ചുകൊണ്ട് ലോകം മുഴുവനും വിവിധ സ്ഥലങ്ങളിലെ ജാഗ്രതയോടെ ഇരിക്കുന്ന ഓരോ മകന്റെ മേലും മകളുടെ മേലും കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന വലതുകരം ആണിപ്പെടുന്ന അത്ഭുതകരം വെക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങള്, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങള്, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരിയുകയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികള്, കണ്ടുമുട്ടുന്ന വ്യക്തികള്, ചെയ്യുന്ന കാര്യങ്ങള്, യാത്ര ചെയ്യുന്ന വാഹനങ്ങള്, ഒപ്പിടുന്ന പേപ്പറുകള്, കൈമാറുന്ന രേഖകള്, കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിന്റെ മധ്യസ്ഥത്തിലെ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാശ്രേഷ്ഠ നീക്കുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞില്ലേ, ഞാൻ സിംഗപ്പൂര് ധ്യാനിപ്പിക്കാൻ പോയെന്നാണ്. അപ്പോൾ ധ്യാനത്തിന് 3-ാം ദിവസം ആരാധന നടന്നിട്ട സമയത്ത് കർത്താവ് എന്നോട് പറഞ്ഞു, എമ്മാവുസിലെ എല്ലാവരും കുർബാന സ്വീകരിച്ചേ. എവരിബഡി ലാസ്റ്റ് നിമിഷം എല്ലാവരും കുർബാന സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ കുർബാന സ്വീകരിച്ചതിൻ്റെ ഒരു അന്തരീക്ഷത്തിലും ആ അഭിഷേകത്തിലും കർത്താവ് എന്നോട് ഒരു പ്രാർത്ഥന തന്നു എനിക്ക്. അത് എമ്മാവുസ് ശിഷ്യന്മാരെ അനുബന്ധിച്ച് നടന്ന വലിയ ആധ്യാത്മിക അനുഭവമാണ്. അത് ലൂക്ക 24:29. അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളോട് കൂടെ താമസിക്കുക, നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി. അവൻ അവരോട് കൂടെ താമസിക്കുവാൻ കയറി. ഇത് ആ സമയത്ത് പറഞ്ഞപ്പോഴേ ഈശോ പറഞ്ഞത്, നേരം വൈകുന്ന കുറെ മനുഷ്യരുണ്ട് ഇവിടെ. PR കിട്ടാനേ 30 വർഷമൊക്കെ PR കിട്ടാത്തവരുണ്ട്. പെർമനന്റ് റെസിഡൻസ്, വിവാഹം ഒത്തുവരാത്ത മനുഷ്യരുണ്ട്. 10-33 വയസ്സായിട്ടും ജീവിത പങ്കാളില്ലാത്തവര്, മക്കളില്ലാത്തവരുണ്ട്. അവർക്ക് നേരം വൈകുന്നുണ്ട്. 8 കൊല്ലം 9 കൊല്ലമായിട്ട് മക്കളില്ല. അവർക്ക് 10 കൊല്ലമായിട്ട് ജോലി കിട്ടാത്തവർ ഞാൻ അവിടെ കണ്ടു. നേരം വൈകുന്നു. അപ്പൊ ഇങ്ങനെ ജീവിതത്തിന്റെ നിർണായകമായ ഘട്ടങ്ങൾക്ക് നേരം വൈകുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ ഏറ്റവും വലിയ പ്രാർത്ഥനയാണത്. 24-29 അവർ അവനെ നിർബന്ധിച്ചു. പണ്ട് കർത്താവാണ് നമ്മളെ നിർബന്ധിച്ചത്. ഓർക്കുന്നുണ്ടോ? ഈശോ അപ്പോസ്തലന്മാരെ നിർബന്ധിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഞാൻ ഈ പന്തിയിൽ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. മറുകരയ്ക്ക് പോകാൻ അപ്പോസ്തലന്മാരെ നിർബന്ധിച്ചു എന്ന്. അതൊരു പരിചരണമായിരുന്നു. രാത്രി കൊടുങ്കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കർത്താവ് കടലമീതെ ചെന്ന് അതാണ് അവർ ചോദിക്കും, ഇവൻ ആരാണെന്നൊക്കെ ചോദിക്കണില്ലേ. അപ്പം അതുപോലെ ചില നിർബന്ധങ്ങൾ ഈ ദൈവത്തോട് നമുക്കും ആകാവുന്നുള്ളതാണ്. ആ സുവിശേഷം അവസാനിക്കുമ്പോൾ പറയുന്നത് എന്താ പറയണത്? ലൂക്ക പറയണത്, നേരം വൈകുന്നോ, അവൻ ഞങ്ങളോടൊത്ത് വസിക്കാൻ, ഞങ്ങളോട് താമസിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവരവനെ നിർബന്ധിച്ചു. അപ്പം പ്രാർത്ഥനയിൽ ചിലർ നിർബന്ധമായിട്ടൊക്കെ പ്രാർത്ഥിക്കുമ്പോഴേ എനിക്ക് ദേഷ്യം വരും. ഒരു സാക്ഷ്യം കേൾക്കും, ഞാൻ കർത്താവിനെ നിർബന്ധിച്ചു, കാലെ കെട്ടി വീണുന്ന വിധത്തിൽ ഞാൻ കർത്താവിനെ ഇരിക്കാൻ അനുവദിച്ചില്ലെന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ പറയാൻ ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ പറയാം. പക്ഷെ അത്രയും നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ ചുമ്മാവായിട്ടൊക്കെ തെക്ക് വടക്കാണെന്ന് വെച്ചും കർത്താവിനെ നിർബന്ധിക്കുന്ന ഒരു കാര്യമില്ല. അതാണ് എനിക്ക് ജസ്റ്റ് ദേഷ്യം വരുന്നത്. പക്ഷെ ദൈവത്തിന് വേണ്ടി ജീവിച്ചതിന് ശേഷം സത്യസന്ധമായ ഒരു കാര്യത്തിന് വേണ്ടി നമുക്ക് ദൈവത്തെ നിർബന്ധിക്കുന്ന തെറ്റില്ല. അതാണ് ഇവരും ചെയ്തത്, ആത്മാവസ്ഥ ശിഷ്യന്മാർ. പക്ഷെ എൻ്റെ വിഷയം അതല്ല. കർത്താവ് എന്ന് സിംഗപ്പൂർ വെച്ച് പറഞ്ഞത്, എന്തെങ്കിലും കാര്യത്തിന് താമസിച്ചു പോയാൽ, ജീവിതം, വീട്, ജോലി, വിവാഹം, ഇനി മാനസാന്തര, എന്തെങ്കിലും കാര്യത്തിന് താമസിച്ചു പോയാൽ, ഉടമ്പടി എടുത്തിട്ടും നമ്മൾ ശരിയാകുന്നില്ല, വൈകുന്നു, ദൈവാനുഭവത്തിന് വൈകുന്നു എന്ന് തോന്നിയാൽ
പിന്നെ ഒറ്റ പ്രാർത്ഥനയുള്ളൂ. എന്താണ്? നാഥ, ഞങ്ങളോടൊത്ത് താമസിക്കുക. നിന്റെ അനുഗ്രഹങ്ങളല്ല വേണ്ട, ഞങ്ങൾക്ക് നിന്നെയാണ് വേണ്ടതെന്ന്. അപ്പോൾ ഉടമ്പടി പക്കായിട്ട് പാലിച്ചു കഴിയുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ അനുഗ്രഹത്തിന് പകരം ദൈവത്തെ തന്നെ കിട്ടും. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ അത് ഈശോ തന്നെ നമ്മൾ നിന്നുകൊണ്ട് അവൻ്റെ പ്രവൃത്തികൾ ചെയ്യും, വലിയ കാര്യങ്ങൾ ചെയ്യും. വൈകുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത് അനുഗ്രഹിക്കണമെന്നല്ല, മറിച്ച് ഞങ്ങളുടെ കൂടെ താമസിക്കണമെന്നാണ്.